ആഗോള അയ്യപ്പ സംഗമം തടയണമെന്ന ഹർജികൾ സുപ്രീം കോടതി തള്ളി. ഹൈക്കോടതി ഉത്തരവിലെ ഉപാധികൾ പാലിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ശനിയാഴ്ചത്തെ അയ്യപ്പ സംഗമത്തിനുള്ള അവസാന തടസ്സവും ഇതോടെ ഒഴിവായി. കോടതി വിധി ദേവസ്വം മന്ത്രി വി എൻ വാസവനും ദേവസ്വം ബോർഡും സ്വാഗതം ചെയ്തു. പമ്പാതീരത്ത് നടത്തുന്ന അയ്യപ്പ സംഗമം വനനിയമങ്ങൾ ലംഘിക്കുന്നതിനാൽ തടയണമെന്നായിരുന്നു 3 ഹർജിക്കാരും ഒരേ സ്വരത്തിൽ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി ഉപാധികളോടെ അനുമതി നൽകിയതെന്ന് കോടതി വ്യക്തമാക്കി. നിർദ്ദേശങ്ങളുടെ ലംഘനമുണ്ടായാൽ ഹർജിക്കാർക്ക് ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കാം. അത് ഹൈക്കോടതിയെ സമീപിക്കാൻ പറഞ്ഞു. അവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിന് ഹൈക്കോടതിയെ സമീപിക്കാനും ഈ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് വ്യതിചലിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും വലിയ ആശ്വാസം നൽകുന്നതാണ് വിധി. തടസ്സപ്പെടുത്തണമെന്നുള്ള സ്റ്റേ കൊടുക്കണമെന്നുള്ള വാദം തള്ളിക്കൊണ്ട് തന്നെ പൊതുവിൽ ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകാൻ സഹായകരമായ നിലപാടാണ്. അത് സ്വാഗതാർഹമാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വാർത്ത കേൾക്കുന്നത്. കാരണം ശബരിമലയുടെ അടിസ്ഥാനപരമായ വികസനം മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത്. ആ വികസനത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും അതിന് ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നു. കുടുംബത്തിൽ മരണം സംഭവിച്ചതിനാൽ പന്തളം കൊട്ടാരം സംഗമത്തിൽ പങ്കെടുക്കില്ല. അയ്യപ്പ സംഗമത്തിന് അധിക ദിവസം ഇല്ലാത്തതുകൂടി സൂചിപ്പിച്ചാണ് ഹൈക്കോടതി വിധിയിൽ സുപ്രീം കോടതി ഇടപെടാതിരുന്നത്. ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. വിശ്വാസത്തിനും പരിസ്ഥിതിക്കും കോട്ടം തട്ടാതെ അയ്യപ്പ സംഗമം നടത്താനുള്ള ഉത്തരവാദിത്തം കൂടിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സുപ്രീം കോടതി ഏൽപ്പിച്ചിരിക്കുന്നത്. ഡി ധനസുമോദ്, മീഡിയ 1, ഡൽഹി.